ഇതിനകത്ത് എന്താ ഉള്ളത് നോക്കാം. ഇതിനകത്തും പ്രവർത്തനമില്ല. പഴയകാല ആ തനിമ നിലനിർത്താൻ വേണ്ടി അതേപടി വെച്ചതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് ഭാഗത്ത് കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട്. വാഴ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഉള്ള അതിൻ്റെ ദൃശ്യമാണത്. അപ്പോൾ ഏതാണ്ട് ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. സമയം കളയുന്നില്ല, ഇനി ഒരുപാട് കാണാനുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഓരോ ഭാഗത്തുള്ള ഓരോ ശില്പങ്ങളാണ്. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് നമുക്ക് പഴയകാലത്ത് ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ്. ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. പക്ഷെ ഇവിടെ നമുക്ക് കാണാം, അതിനകത്ത് വെള്ളമുണ്ട്. ഇവിടെ കുറേ സഞ്ചാരികൾ വരുന്നുണ്ട്. എല്ലാവരും കാഴ്ച കണ്ടു പോവുകയാണ്. ഇത് പൂട്ടിയിട്ടിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് ടെമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അണ്ടർഗ്രൗണ്ട് ടെമ്പിൾ, ശിവ ടെമ്പിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് പോയി നോക്കാം. നിറയെ വെള്ളമാണ്. വെള്ളം ശുദ്ധജലമല്ല, മലിനജലമാണ്. ഈ വെള്ളം കെട്ടിക്കിടന്നിട്ട് പൂപ്പൽ പോലത്തെ ഇതൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. അത് നേരത്തെ ഉപയോഗിച്ചിരുന്ന ടെമ്പിളാണ്. ഇപ്പോൾ എന്തുകൊണ്ടോ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കാണാൻ കാഴ്ചകളുണ്ട്. നടന്ന് നോക്കിയാൽ നിരന്ന സ്ഥലം എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇത് മൊത്തം വെള്ളം കയറി കിടക്കാണ്. വെള്ളമാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ വെള്ളമുണ്ട്. അണ്ടർഗ്രൗണ്ട് ടെമ്പിൾ, ശിവ ടെമ്പിൾ എന്നാണ് പേര് കൊടുത്തത്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഉപയോഗം അതിൽ കാണുന്നില്ല. हाँ पता कि मंदिर भाया ये ना करेंसी का रेडी करना था वो टाइम में करेंसी। इस तरफ अच्छा इस तरफ। अच्छा पूरा मशीन। हाँ करेंसी की मशीन। एक करने 12 ने करता ना। हाँ हाँ राजवाड़ी इधर पैसा रेडी करता था। अच्छा 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 और രാജാവാ के ज़माने में കറൻസി ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു ഈ കാണുന്ന മൈതാനം. അവരുടെ കാലത്ത് ഉണ്ടാകുന്ന നാണയങ്ങളും തുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു. ഫാക്ടറി എന്ന് പറയുന്നത്. നമുക്ക് മിസ്റ്റർ ഫക്കീർ ഓട്ടോ ഡ്രൈവർ ഉണ്ട് നമ്മളെ കൂടെ. അദ്ദേഹമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആപ്ക ചേരാ ദിക്കാവോ ചേരാ. ഓക്കെ ഓക്കെ. ഈ ഫക്കീറിന് നമ്പർ ഞാൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്. തൊട്ടപ്പുറത്ത് AC മഹൽ എന്ന് പറഞ്ഞൊരു പുരാണ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിനകത്തേക്ക് പോകാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു കൊട്ടാരം എന്തോ ഉണ്ടായിരുന്നു, അത് വീണ് പോയിട്ടുണ്ട്. തറ മാത്രമേ ഉള്ളൂ. കൊട്ടാരത്തിൻ്റെ സൈഡിൽ താഴെ മണ്ണ് ഇളക്കിയിട്ടുണ്ട്, കുഴിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വെള്ളം നിറച്ച് വെച്ചായിരുന്നു ആ കാലത്ത്. അങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ കൊട്ടാരം. ഇവിടെ ആണ് AC മഹൽ എന്ന് പറയുന്ന AC കൊട്ടാരം. अगर ये मरम्मत करता है इसका, थोड़ा पेंट वेंट देख के, थोड़ा लाइट वगैरह लगा के, अगर इससे अगर देखभाल इसका अगर कर लेता ना, तो देश को बहुत सारा आमदनी इसी के ज़रिए आते हैं. लेकिन क्या ना, സർക്കാർ സോ रहा है. കാഴ്ചയാണ്. തൊട്ട താഴെ വന്നിട്ട് നമ്മൾ എടുത്തതാണ്. ഇവിടെ വലിയ ക്യാമറയും മൊബൈലൊന്നും അലൗട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നിങ്ങൾ പെർമിഷൻ നമ്മൾ എടുക്കൂല, പക്ഷെ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞത്. അങ്ങനെ എടുത്തതാണ്. AC മഹൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ AC ഒന്നുമില്ല. അതായത് പഴയ കാലത്ത് തണുപ്പ് ലഭിച്ചിരുന്ന നിർമ്മാണ പ്രവർത്തനം അങ്ങനെയാണ് ഇതിൻ്റെ. അതാണ് AC മഹൽ എന്ന് പറയുന്നത്. ഇതൊക്കെയുള്ള വഴികളൊക്കെയാണ്. ഇതൊരു ക്യാമ്പസാണ്, വലിയൊരു കമ്പൗണ്ടാണ്. അതിനകത്താണ് ഇതൊക്കെ ഉള്ളത് നിലകൊള്ളുന്നത്. ചുറ്റുഭാഗത്തും മതിലുകളുണ്ട്. അതിനകത്ത് ഉൾക്കൊള്ളുന്ന കെട്ടിടങ്ങളാണ് മൊത്തം. വളരെ പഴയതാണെങ്കിലും കാണാൻ ഇപ്പോഴും നല്ല ചന്തമാണ്. ഇത് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി വെക്കുകയാണ്, ഇതിനെക്കാട്ടി ചന്തം ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് ടെമ്പിളുകളാണ്. ഇത് മനസ്സിലാവുന്നില്ല, ഇത്രയും തൊട്ടടുത്ത് പല പേരിലും പല ടെമ്പിളുകൾ എന്തിനാന്നുള്ള. അത്രയും ആളുകൾ അന്നുണ്ടോ, അല്ലെങ്കിൽ പല ആളുകൾ ഉദ്ദേശം ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ ഓരോ ആളുകൾക്ക് ഓരോന്ന് എന്നാണോ കുടുംബസ്വത്തായിട്ട് ഉപയോഗിച്ചോ, ഒന്നും അറിയുന്നില്ല. താഴെ കല്ലാണ്, മേലെ ഇവിടുന്ന് അങ്ങോട്ട് ഒരേ ലെവലിൽ ഡോറുകളുണ്ട്. പോയി നോക്കാം. ഇതൊക്കെ ഒരേ മാതിരി തന്നെയാണ്. इधर एकदम लास्ट यहाँ पे देखिए, यहाँ पे पहरेदारों का
जगह बनाया गया काफ़ी खूबसूरत है। ये अंदर देखो पूरा एक जैसा आगे जो है ना ये गुंबद है, ऊपर गुंबद ये बना हुआ, ये सब पत्थर का, नीचे भी पत्थर है, साइड में भी पत्थर है, सेम बड़ा बड़ा पत्थर है। और यहाँ के जो पहाड़ी है ना उसे काट के लाया गया होगा, किन काट के ला के इसे बना के ऊपर चढ़ाना कैसा पता नहीं, खुदा जाने कैसा क्या किया है। मैं दिखाता हूँ पहरेदारों का जगह, उन्होंने कितना हिफाजती बनाया। देखो हिफाजत, ये देखो इसके अंदर है, उसको बैठने का आर्च टाइप बनाया है, यहाँ पर बैठते थे वो। और ये पत्थर जो है ना പതാ നീ ഗർമി വരാത്ത യാ തണ്ട വരാത്ത കാണുന്നുണ്ട്. അവിടെ പോയി നോക്കാം, അതിനകത്തും കയറി നോക്കാം, അതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന് അറിയില്ല. കൊട്ടാരം നമ്മൾ നേരത്തെ കണ്ടത്, ഇതിൻ്റെ ചുമര് കാണാം അവിടെ. ഇത്രയും ഗേറ്റ് കൂടെ കാണുന്നുണ്ട്, അവിടെ പോയി കയറി നോക്കാം നമുക്ക്. ഇവിടുന്ന് എടുത്താൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആ ഭാഗം കറങ്ങിയിട്ട് അങ്ങനെ വരികയാണ്. അതുവഴി അവിടെയൊക്കെ ഉണ്ട്, ഇങ്ങനെ വന്ന് ഓരോ ശില്പങ്ങളും കൊത്തി വെച്ചിട്ടുണ്ട്, അതിലൊക്കെ പേരും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമയമില്ല. ഇവിടെയൊക്കെ ശില്പികളുണ്ട്. മേൽഭാഗം കാണാം നമുക്ക്, താഴ്ഭാഗം കല്ലിൻ്റെ പേര് കൊടുത്തിട്ട് ഭൈരവ. ചെറിയ പേരുകളൊക്കെ വായിക്കാൻ കിട്ടുന്നുണ്ട്, നമ്മൾ വായിക്കാനും കിട്ടുന്നുണ്ട്, കിട്ടായൊന്നുമില്ല. ഇതിലൊക്കെ ഉണ്ട് ഓരോരോ പേരുകൾ കേട്ടോ. സമയമില്ല, കാരണം ഇന്ന് രാത്രി നമുക്ക് 8 മണിക്ക് ട്രെയിനാണ്. അപ്പം അതിന് വൈകുന്നേരത്തിന് മുമ്പായിട്ട് നമ്മൾ ഒരു ഓട്ടോക്കാരനെ വിളിച്ചിട്ട് അവന് കാശും കൊടുത്ത് വന്നതാണ്. അപ്പോൾ 8 മണിക്ക് മുമ്പായിട്ട് നമുക്ക് തീർത്തിട്ട് പോവുകയും വേണം. നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ഇവിടെ നിൽക്കാമായിരുന്നു, 2 ദിവസം നിൽക്കാമായിരുന്നു. നമുക്ക് നിന്നിട്ടില്ല. മൊത്തം ഇവിടെ ശില്പികളാണ്. പേരുകൾ ഓരോന്നോരോന്ന് നോക്കി വരുമ്പോൾ സമയം പിടിക്കും. ശില്പികൾ മൊത്തം കാണിക്കാം. ഒറ്റനോട്ടത്തിലുള്ളൊരു കാഴ്ച. അങ്ങനെ ഒറ്റനോട്ടത്തിലുള്ളൊരു കാഴ്ച. ഓടിച്ച് പോവാണ്, സമയക്കുറവ് കാരണം. ബാക്ക് സൈഡാണിത്. ഈ വഴിയിലൂടെ നമുക്ക് നേരെ ഒന്നാണ്ട് പോയി നോക്കാം. ഒരു ടെമ്പിൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ കുറേ കല്ലുകളും ഒരു പർവ്വതവും മരങ്ങളൊക്കെ കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. പിന്നെ നമുക്ക് ചെറിയ 2 ടെമ്പിൾ, അപ്പുറത്ത് വലിയ പാറ കാണാം. അപ്പോൾ ഏതാണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിലൊക്കെ നമ്മൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ കാഴ്ചകൾ. നമുക്ക് വീണ്ടും ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇനി അടുത്ത് മറ്റൊരു ദിശയിലേക്ക് നീങ്ങാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ വീഡിയോ നമ്മുടെ എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ബാറ്ററി വണ്ടി തന്നെ നമ്മൾ പുറത്തേക്ക് ഗേറ്റിലേക്ക് വരികയാണ്. അവിടുന്ന് പിന്നെ നമുക്ക് നമ്മളെ വണ്ടി എടുത്തിട്ട് നമുക്ക് യാത്ര തിരിക്കാം. അപ്പോൾ എല്ലാവരും വരിക, കാണുക. കാണാൻ മാത്രമേ ഉണ്ട്. ഹംപി, കർണാടക ഡിസ്ട്രിക്റ്റിൽ ഹംപിയിലാണ് ഈ സ്ഥലമുള്ളത്. അതിമനോഹരമായ സ്ഥലങ്ങളാണ്, ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കയറാനുള്ള ചെറിയ കോളനി കാണാം.